ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മളൊരു പെൺകുട്ടികളുടെ പാൻറ് ജെൻസ് മോഡലിലുള്ള പാൻറ് കട്ട് ചെയ്തെടുക്കുന്നതാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിച്ചു വരുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ തുണിയുടെ എപ്പോഴും നമ്മുടെ മാർക്കിങ് നമ്മുടെ ഉൾവശത്താണ് മാർക്ക് ചെയ്തെടുക്കുന്നത്. തുണിയുടെ ഉൾവശത്താണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മുടെ തുണിയെ നമ്മൾ ഇതുപോലെ നേർപകുതിയായി രണ്ട് ഭാഗത്തുള്ള കരവശങ്ങളെയും ചേർത്ത് വെച്ചുകൊണ്ട് ഇതുപോലെ നേർപകുതിയായി നമ്മൾ മടക്കിയെടുക്കുക. കണ്ടോ? അതിനുശേഷം നമുക്ക് കരവശങ്ങളെ ചേർത്ത് വെച്ച് കണ്ടോ ഇതുപോലെ പിടിച്ച് നമുക്കിത് നിവർത്തി വെക്കുക. കണ്ടോ? ഈ ഒരു രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. കണ്ടോ? നല്ലവണ്ണം നിവർത്തി വെക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഒരു ലൈൻ കൊടുക്കുക. കണ്ടോ? ഇവിടെ നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു. ഇതുപോലെ ലൈൻ കൊടുക്കുന്നു. ഇനി നമുക്ക് മാർക്കിംഗ് ചെയ്യാം. അപ്പം നമുക്ക് ആദ്യം നമ്മുടെ പാൻറ്റിൻ്റെ സിബിൻ്റെ റൗണ്ട് അളവ്, അതായത് നമ്മുടെ ഫ്രണ്ട് ഭാഗത്ത് ബാൻഡിൻ്റെ മുകളിൽ തൊട്ട് ബാക്ക് ഭാഗത്ത് ബാൻഡിൻ്റെ മുകളിൽ വരെ ക്രോച്ചിൽ കൂടി അളവെടുക്കുന്നത് നമുക്ക് കിട്ടുന്നത് 21 ഇഞ്ചാണ്. അപ്പോൾ അതിൽ നിന്ന് നമ്മൾ 5 ഇഞ്ച് കുറക്കുക. നമുക്ക് 16 ഇഞ്ച് കിട്ടും. 16ൻ്റെ നേർപകുതി 8 ഇഞ്ചാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തത്. 8 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു മുകളിൽ വരഞ്ഞിട്ടുള്ള ആ ഒരു മാർക്കിൽ നിന്ന് ടാപ്പ് 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ചിട്ടാണ് നമ്മളിവിടെ 8 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തത്. കണ്ടോ? ഈ ഒരു ടാപ്പ് മുകളിലേക്ക് ഈ ഒരു മാർക്കിൽ നിന്ന് 1 ഇഞ്ച് മുകളിലേക്ക് കയറ്റി വെച്ച് 8 ഇഞ്ച് മാർക്ക് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇവിടെ നമ്മുടെ മുട്ട് ലൂസ് മാർക്ക് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഒരു 16 ഇഞ്ചിൽ നമ്മളിവിടെ മുട്ട് ലൂസ് മാർക്ക് ചെയ്യാൻ വേണ്ടി മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് 33 ഇഞ്ചാണ്. കറക്റ്റ് 33ൽ മാർക്ക് ചെയ്യുന്നു. 2 ഇഞ്ച് നമുക്ക് ബോട്ടം മടക്കി തയ്ക്കാൻ വേണ്ടി മാർക്ക് ചെയ്യുക. ഇനി നമുക്ക് അതേപോലെ തന്നെ ടേപ്പിന് ഇതുപോലെ വെച്ച് കണ്ടോ, ഇവിടെ നമ്മൾ 1 ഇഞ്ച് മുകളിലേക്ക് തന്നെ ടേപ്പ് കയറ്റി വെച്ചിരിക്കുന്നത്. എന്നിട്ട് നമ്മുടെ 8 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു, ലെങ്ത്ത് മാർക്ക് ചെയ്യുന്നു, മടക്കി തയ്ക്കേണ്ട തുന്നത്തുണിയും മാർക്ക് ചെയ്ത് നമ്മളിവിടെ ഇതുപോലൊരു ലൈൻ കൊടുക്കുക. കണ്ടോ? ഇതുപോലെ ഈ മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരിക. ഇനി നമുക്ക് ബോട്ടത്തിൻ്റെയും മുട്ട് ലൂസിൻ്റെയും ഇടയിലായി നമ്മളൊരു അളവ് കൂടി മാർക്ക് ചെയ്യാറുണ്ട്. അതിനുവേണ്ടി നമ്മളൊരു സെൻറ്റർ ഭാഗത്തൊരു ലൈൻ കൂടി കൊടുക്കുന്നു. ഇനി നമുക്ക് ഈ ഒരു പാൻറ്റിൻ്റെ തുടലൂസ് വരുന്നത് 19.5 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ നേർപകുതി 9.25 നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. കേട്ടോ? അതായത് നമുക്കിവിടെ തുടലൂസ് നമ്മൾ എടുത്തതാണ്, അതാണ് നമുക്ക് 19.5 ഇഞ്ച്. അല്ലെങ്കിൽ നമുക്ക് സീറ്റ് അളവിൻ്റെ 4 ഭാഗത്തിൻ്റെ കൂടെ 2.5 ഇഞ്ച് കൂട്ടി നമുക്ക് തുടലൂസ് മാർക്ക് ചെയ്യാവുന്നതാണ്. എന്നാൽ എപ്പോഴും അളവ് കറക്റ്റ് എടുക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മളിവിടെ 9.25 മാർക്ക് ചെയ്യാൻ വേണ്ടി കരവശത്ത് ഒരു 1/2 ഇഞ്ച് വിട്ട് നമ്മളിവിടെ നേർപകുതി 19യുടെ നേർപകുതി 9.25 കേട്ടോ. ഇവിടെ കരവശത്ത് നിന്ന് 1/2 ഇഞ്ച് വിട്ടിട്ടാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ മാർക്ക്. ഇനി ഇതിൻ്റെ നേർപകുതി നമുക്ക് 4.25 ഒരു പോയിന്റിൽ മാർക്ക് ചെയ്യുന്നു. 1.25 ഇഞ്ച് നമ്മുടെ സിബിൻ്റെ ഫ്ലൈയുടെ ഷേപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള ആ ഒരു മാർക്കിന് 1.25 ഇഞ്ച് അവിടെയും മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് തുടലൂസ് എടുക്കാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് സീറ്റ് അളവിൻ്റെ 4 ഭാഗം നമുക്ക് കിട്ടുക. എത്രയാ? 29 ഇഞ്ചാണ് സീറ്റിൻ്റെ 4 ഭാഗം. അപ്പോൾ 7.25 ഇഞ്ച്, അതിൻ്റെ കൂടെ 2.5 ഇഞ്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതേ അളവ് തന്നെയാണ് നമുക്ക് കിട്ടുക. എന്നാൽ പലർക്കും വ്യത്യാസമുണ്ടാകും. അതുകൊണ്ടാണ് കറക്റ്റ് അളവെടുക്കാൻ പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ നമ്മുടെ തുടലൂസ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഈ ഒരു കരവശം ഉൾപ്പെടെ നമുക്ക് സൈഡ് ഭാഗത്ത് നമുക്ക് 6.25 ഇഞ്ചാണ് കിട്ടിയത്. എന്നാൽ നമ്മൾ ഇവിടെ അത് 5.25 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതേ രീതിയിൽ ടേപ്പിനെ പിടിച്ച് കരവശം ഉൾപ്പെടെ നമുക്കിവിടെ 5.25 എത്രയാണോ കിട്ടിയത് അതിനേക്കാൾ 1/2 ഇഞ്ച് കുറച്ച്. ഇനി നമ്മളിവിടെ 12.5 ഇഞ്ചാണ് ബോട്ടം ലൂസ്. അപ്പോൾ നേർപകുതി 6.25. അപ്പോൾ 2 ഭാഗത്തേക്കും സെൻറ്റർ ഭാഗത്ത് 3 ഒരു പോയിന്റ് വീതം മാർക്ക് ചെയ്ത് കൊടുത്ത് 6.25 മാർക്ക് ചെയ്ത് ഈ 2 മാർക്കുകളെ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ ടേപ്പിനെ പിടിച്ച് ഇവിടെ നമ്മൾ സെൻറ്റർ ഭാഗം നമ്മളൊന്ന് മാർക്ക് ചെയ്യുന്നു. ഇനി നമുക്ക് ഇവിടെ മുട്ട് ലൂസിൻ്റെ താഴെ നമ്മുടെ മസിൽ വരുന്ന ഭാഗത്ത് വരുന്ന ലൂസ് 12.5 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ നേർപകുതി 6.25. ഇപ്പോൾ 3 പോയിന്റും നമ്മൾ സെൻറ്റർ ഭാഗത്ത് 2 ഭാഗത്തേക്കും ഒരേ രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 3 ഒരു പോയിന്റ് വെച്ച് മാർക്ക് ചെയ്തു. ഇവിടെ നമുക്ക് വരുന്നത് 15.5 ഇഞ്ചാണ്. ഇപ്പോൾ 7.25 ഇഞ്ചാണ് വരിക. അപ്പോൾ നമ്മൾ ഇവിടെയും അതേ രീതിയിൽ തന്നെ സെൻറ്റർ ഭാഗം വെച്ച് 3.25 പോയിന്റും ഇതുപോലെ 2 സൈഡിലേക്കും ഒരേ രീതിയിൽ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് എത്രയാണോ ലൂസ് വരുന്നത് അതിൻ്റെ നേർപകുതിയാണ് നമ്മുടെ ഇവിടെ ഫ്രണ്ട് ഭാഗത്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. സെൻറ്റർ ഭാഗത്ത് 2 ഭാഗത്തേക്കും അത് ഒരേ അളവിൽ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഇതുപോലെ ഷേപ്പ് സ്കെയിൽ വെച്ചിട്ടാണ് വരയുന്നത്. കേട്ടോ? ഈ രീതിയിൽ ഇതുപോലെ മാർക്ക് ചെയ്തു. ഇനി നമുക്ക്
ഇവിടെ നമ്മുടെ ഈ ഒരു സിബിൻ്റെ ഇവിടെ 1.25 ഇഞ്ച് വിട്ടിൽ ആ ഒരു മാർക്കില്ലേ, ആ ഒരു മാർക്കിൽ നിന്ന് നമ്മുടെ കരവശം ഉൾപ്പെടെ പിടിക്കുക. ഇത് നമ്മൾ അതേ അളവ് തന്നെ ഇവിടെ വെച്ച് ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് കുറച്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ വരഞ്ഞ് ഇവിടെ നമ്മൾ റൗണ്ട് ചെയ്തെടുക്കുന്നു ഫ്ലൈയുടെ ഷേപ്പിന് വേണ്ടി കേട്ടോ. അപ്പോൾ നമുക്കിവിടെ ഈ ഒരു മാർക്കിൽ നിന്ന് ഒരു 1.5 ഇഞ്ച് മുകളിൽ നിന്നാണ് നമ്മളിത് ഷേപ്പ് ചെയ്ത് തുടങ്ങിയിരിക്കുന്നത് കേട്ടോ. 1.5 ഇഞ്ച് മുകളിൽ നിന്നാണ് നമ്മൾ ഷേപ്പ് ചെയ്തത്. ഇനി നമുക്ക് ഇടുപ്പളവ് മാർക്ക് ചെയ്യണം. വേസ്റ്റ് റൗണ്ട് നമുക്ക് വരുന്നത് 25 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 6.25 പ്ലസ് ഒരു 3/4 ഇഞ്ച് നമുക്ക് തയ്യൽ തുമ്പിന് വേണ്ടി, അതായത് നമ്മുടെ സിബ് ഫിറ്റ് ചെയ്യാനുള്ള തയ്യൽ തുമ്പും സൈഡ് ഭാഗത്തുള്ള തയ്യൽ തുമ്പും 3/4 ഇഞ്ച് 1 ഇഞ്ചൊക്കെ നിങ്ങൾക്ക് എത്രയാണോ തയ്യൽ തുമ്പ് പിടിക്കുന്നത് അതിനനുസരിച്ച് കൊടുക്കാം. നമുക്കിവിടെ ടോട്ടൽ 3/4 ഇഞ്ചാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. എന്നിട്ട് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരുന്നു. ഇനി നമുക്ക് ഫ്രണ്ട് ഭാഗത്ത് നിന്ന് ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ നിന്ന് 1/2 ഇഞ്ച് ഇറക്കി മാർക്ക് ചെയ്ത് ഇവിടെ നമ്മളൊന്ന് അല്പം ഇതുപോലെ ഷേപ്പ് ചെയ്ത് വരഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫ്രണ്ട് പാർട്ടിൻ്റെ മാർക്കിങ് നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ടിങ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ നിന്ന് മുകളിൽ നിന്ന് ഇവിടെ നിന്നാണ് കട്ടിങ് തുടങ്ങുന്നത്. ഇതുപോലെ കട്ട് ചെയ്തു. ഇവിടെ നമ്മുടെ ആ ഒരു മാർക്കിൽ കൂടി കറക്റ്റ് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. ഉണ്ടോ, ഈ ഒരു മാർക്കിൽ കൂടി തന്നെ കറക്റ്റ് കട്ട് ചെയ്യുന്നു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുപോലെ മാർക്കിൽ കൂടി കട്ട് ചെയ്തെടുക്കും. അപ്പോൾ നമ്മുടെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ബാക്ക് പാർട്ടാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത തുണിയെ നമ്മൾ നേരെ തിരിച്ച് വെക്കുക കേട്ടോ. അതായത് നമ്മുടെ ഫ്ലൈ കട്ട് ചെയ്ത ഭാഗം നമ്മുടെ താഴെ വരുന്ന രീതി, ബോട്ടം വരുന്ന ഭാഗത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ നല്ലവണ്ണം നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് പീസ് കട്ട് ചെയ്ത് വെച്ച ഫ്രണ്ട് പീസിന് ഇവിടെ ഇതുപോലെ വെക്കുക. ഇതുപോലെ നേരെ വെച്ച് കൊടുക്കുക. അപ്പോൾ നമുക്കിനി ഇവിടെ ഈ ഒരു സൈഡ് ഫോൾഡ് ചെയ്ത ആ ഒരു ഭാഗത്ത് നമുക്ക് സെൻറ്റർ ഭാഗത്തേക്ക് എത്രയാണോ കിട്ടിയത് അതേ അളവ് തന്നെയാണ് നമുക്കിവിടെ വെച്ച് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. ഇവിടെയൊക്കെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെ നിന്ന് നമ്മൾ 1.5 ഇഞ്ച് മുകളിലേക്ക് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ വരയും. കണ്ടോ, ഇതുപോലെ വരയും. അതുപോലെ തന്നെ ഇനി നമ്മളിവിടെ നേരെ ഒരു ലൈൻ കൊടുക്കുന്നു. ഒരു 3/4 ഇഞ്ച് ഷേപ്പ് വരുന്ന രീതിയിൽ താഴോട്ടേക്കും ഇതുപോലൊരു ലൈൻ കൊടുക്കും. ഇതുപോലെ ലൈൻ കൊടുക്കും. ഇനി നമ്മൾ ഇവിടെ നേരെ ഇവിടെ ഒരു ലൈൻ കൊടുക്കുന്നു. ഇവിടെയൊക്കെ നിങ്ങൾക്ക് ഇതുപോലെ ലൈൻ കൊടുത്ത് മാർക്ക് ചെയ്യാം. നമ്മൾ സാധാരണ ലൈൻ കൊടുക്കാറില്ല. ഇനി നമ്മളിവിടെ 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ ഇവിടെയും 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. ഇവിടെ നമ്മൾ 1.5 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നു. നമ്മുടെ ബാക്ക് പീസിൽ ഇവിടെ നമുക്ക് 2.5 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്യുന്നു കേട്ടോ. നമ്മുടെ മുട്ട് ലൂസ് വരെ നമ്മൾ 1.5 ഇഞ്ചാണ് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തത്. അതിനുശേഷം നമ്മൾ തുടലൂസിൻ്റെ ഭാഗത്ത് നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മൾ ഇവിടെ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് ഇതുപോലെ വരയുന്നു കേട്ടോ. ഇതുപോലെ വരുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു സൈഡ് ഭാഗത്ത് നിന്ന് നമ്മൾ നേരെ ഒരു ലൈൻ കൊടുക്കും. ചെറിയൊരു ഷേപ്പ് വരുന്ന രീതിയിലാണ് ഈ ഒരു ലൈൻ കൊടുക്കുന്നത്. ഇനി നമുക്ക് സീറ്റ് അളവ് മാർക്ക് ചെയ്യണം. അപ്പോൾ സീറ്റ് അളവ് നമുക്ക് വന്നത് 29 ഇഞ്ചാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ 4 ഭാഗത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി മാർക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിവിടെ സീറ്റ് അളവ് 29. അപ്പോൾ അതിൻ്റെ 4 ഭാഗം പ്ലസ് 1 ഇഞ്ച് കൂട്ടി ഇവിടെ ഈ ഒരു സൈഡ് ഭാഗത്ത് കുത്തനെ ഒരു മാർക്ക് കൊടുത്തില്ല. ആ ഒരു മാർക്കിൽ നിന്ന് 4 ഭാഗത്തിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 29ൻ്റെ 4 ഭാഗം 7.25, അതിൻ്റെ കൂടെ 1 ഇഞ്ച് കൂട്ടി 8.25 മാർക്ക് ചെയ്യുന്നു. നമ്മളിവിടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് മാർക്ക് ചെയ്യുന്നു. അതിനുശേഷം നമുക്ക് വേസ്റ്റ് അളവ് നമുക്ക് വരുന്നത് 25 ഇഞ്ചാണ്. അപ്പോൾ അതിൻ്റെ 4 ഭാഗം 6.25 ഇഞ്ച്. അതിൻ്റെ കൂടെ നമുക്ക് ബാക്ക് പോക്കറ്റൊക്കെ വരുന്ന ഭാഗത്ത് നമുക്ക് ഡാർട്സ് തയ്ക്കണം. അതിന് വേണ്ടിയിട്ട് 3/4 ഇഞ്ച്. അങ്ങനെ 6.25, 3/4, 7 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നമ്മൾ ഈ 7 ഇഞ്ച് മാർക്ക് ചെയ്ത്. എന്നിട്ട് നമ്മുടെ ഈ ഒരു സീറ്റ് അളവിൻ്റെയും വേസ്റ്റ് റൗണ്ട് അളവിൻ്റെയും മാർക്കിൽ ടച്ച് ചെയ്തുകൊണ്ട് ഇതുപോലെ വരഞ്ഞ് ഇവിടെ നിന്ന് നമ്മൾ ഇതുപോലെ ഷേപ്പ് ചെയ്തുകൊണ്ട് കണ്ടോ ഇതുപോലെ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ സിബിൻ്റെ റൗണ്ട് അളവ് നമുക്ക് വന്നത് 21 ഇഞ്ചാണ് നമുക്ക് സിബിൻ്റെ റൗണ്ട് അളവ് വന്നത്.
അപ്പോൾ നമുക്ക് ആ ഒരു അളവ് നമുക്കൊന്ന് ചെക്ക് ചെയ്യണം കറക്റ്റ് ആകുമോ എന്ന്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് പാർട്ടിൻ്റെ ഇവിടെ നിന്ന് 1 ഇഞ്ച് മുന്നിലേക്ക് ടേപ്പിനെ തള്ളി വെക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നില്ലേ, നമ്മുടെ സൈഡിൽ കൂടി ഒരു 1/4 ഇഞ്ച് വിട്ടിട്ടാണോ നമ്മൾ സ്റ്റിച്ച് വരിക, ആ ഒരു സ്റ്റിച്ച് വരുന്ന ഭാഗത്തു കൂടെ നമ്മൾ ടേപ്പിനെ ഇതുപോലെ പിടിക്കുക. സൈഡിൽ കൂടിയല്ല, സ്റ്റിച്ച് വരുന്ന ഭാഗത്തൂടെ 9 ഇഞ്ച് കിട്ടി. ആ ഒരു 9 ഇഞ്ച് നമ്മളിവിടെ ബാക്ക് പീസിലും വെച്ച് ഇതുപോലെ മാർക്ക് ചെയ്ത് ആ ഒരു മാർക്കിൽ കൂടി പിടിച്ചാൽ നമുക്കിവിടെ 20 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ബാൻഡ് 1.5 ഇഞ്ചുള്ള ബാൻഡ് വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മുടെ ആ സിബിൻ്റെ റൗണ്ട് അളവ് 21 ഇഞ്ച് നമുക്ക് കിട്ടും. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ബാക്ക് ഡാർട്സ് മാർക്ക് ചെയ്യണം. അതിന് വേണ്ടി നമ്മളിവിടെ കണ്ടോ, ഇവിടെ നമ്മുടെ പോക്കറ്റിന് വേണ്ടി നമ്മളൊരു 1.25 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടാണ് പോക്കറ്റിൻ്റെ സെൻറ്റർ ഭാഗം നമ്മൾ അടയാളപ്പെടുത്താറ്. അപ്പോൾ നമുക്ക് 4 ഇഞ്ചാണ് പോക്കറ്റ് കൊടുക്കുക. അതിന് നേർപകുതി 2 ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്ത് ഇവിടെ നമുക്ക് നമ്മുടെ ഡാർട്സിന് വേണ്ടി മാർക്ക് ചെയ്യാം. 3 ഇഞ്ചാണ് ഡാർട്സിൻ്റെ ഇറക്കം നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ ഈ ഒരു മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിവിടെ ബാക്കിൽ തയ്യൽ തുമ്പിന് വേണ്ടി നമുക്കൊരു എക്സ്ട്രാ ഇടാൻ നമുക്കൊരു 1.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മളിവിടെ ഇതുപോലെ വരഞ്ഞ് ഇവിടെ നമ്മൾ ഇതുപോലെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കും. ഈ ഒരു മാർക്കിൽ കൂടിയാണ് നമ്മൾ കട്ടിങ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ മാർക്കിംഗ് ഒക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് കട്ടിങ് ചെയ്യാം. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഈ ഒരു മാർക്കിൽ കൂടി ഉണ്ടോ, ഈ ഒരു രണ്ടാമത് വരച്ചിൽ ആ ഒരു മാർക്കിൽ കൂടിയാണ് നമ്മൾ കട്ട് ചെയ്യുന്നത്. ഇതുപോലെ കട്ട് ചെയ്യുന്നു. ഇവിടെ നിന്ന് നമുക്ക് താഴോട്ടേക്കും ഉണ്ടോ, ഈ ഒരു സൈഡ് നമുക്ക് ഫ്രണ്ട് പാർട്ടിന് കറക്റ്റായിട്ടാണ് ഈ ഒരു സൈഡ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് ഉണ്ടോ. ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. ബോട്ടം ഭാഗം കറക്റ്റ് കട്ട് ചെയ്തു. ഇവിടെ നമുക്ക് ഈ ഒരു മാർക്കിൽ കൂടി കണ്ടോ. അപ്പോൾ നമ്മുടെ ചാനലിൽ നിങ്ങൾക്ക് യൂണിഫോമിൻ്റെ കോട്ടൊക്കെ കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതൊക്കെ നമ്മുടെ ചാനലിലുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് കട്ടിംഗ് ഒക്കെ മനസ്സിലാക്കി എടുക്കാൻ കഴിയും. യൂണിഫോം കോട്ടിൻ്റെ ഒക്കെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ചാനലിലുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇതിൻ്റെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചെറിയ ചെറിയ മാർക്കിങ്ങൾ കൊടുക്കാം കണ്ടോ. അപ്പോൾ നമ്മൾ മാർക്ക് കൊടുത്ത് കഴിഞ്ഞു. ഇനി നമുക്കിവിടെ പോക്കറ്റിന് വേണ്ടി സൈഡ് പോക്കറ്റിന് വേണ്ടി നമ്മളിവിടെ ഒരു 1.25 ഇഞ്ച് ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ പോക്കറ്റിൻ്റെ ഇറക്കം നമ്മൾ കൊടുക്കുന്നത് 6 ഇഞ്ചിലാണ് കേട്ടോ. 6 ഇഞ്ച് മാർക്ക് ചെയ്യുന്നു. എന്നിട്ട് നമുക്കിവിടെ ക്രോസ് പോക്കറ്റാണ് നമ്മൾ ഈ ഒരു പാൻറ്റിന് വേണ്ടി തയ്ക്കുന്നത്. ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. ഫ്രണ്ട് പാർട്ടിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ നമ്മുടെ കട്ടിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.